ഈ നാടിനെ ഇവർ തുലച്ചിട്ടേ പോകൂ. നാട് മൊത്തം ലഹരി കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ നാട്? വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അധ്യാപകർ തന്നെ ലഹരി വിൽപ്പനക്കിറങ്ങിയതിന്റെ ഞെട്ടലിലാണ് പേരാമ്പ്ര. BRCക്ക് കീഴിൽ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക അധ്യാപിക മരുതോങ്കര സ്വദേശിനി KC കീർത്തന 12-നാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. കുട്ടികളെ നല്ലതും പഠിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ് അധ്യാപകര്. അവര് തന്നെ ഈ വേലകൾ കാണിക്കുമ്പം ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ നാട്ടിൽ എന്താണ് ഇതൊന്നും? ഈ നാട്ടിലൊന്നും വച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് എന്തായാലും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. കേരളം ലജ്ജിച്ച് തലതാർത്തിയ ഒരു സംഭവമാണത്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാര് 3 പേര് MDMA വിൽക്കുന്നവരായി മാറി. നമ്മൾ ആലോചിക്കാം, മരണത്തിന്റെ വ്യാപാരികളായി ഈ അധ്യാപകർ മാറുന്നു. നമുക്ക് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. സാറേ, ഇത് സത്യമായ കാര്യമാണ്. കേരളം ലജ്ജിച്ച് തല താഴ്ത്തി. ഇവരൊക്കെ ഇത് എന്താണ് കാണിക്കുന്നത്? സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അവിടെ ഈ ടീച്ചർമാർ തന്നെ ഈ വേലകൾ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് വിടും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ വിചാരിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയ പോരും എന്നുള്ളത് തന്നെയാണ്. സാർ, ആദ്യം വേറൊരു കാര്യം കൂടി ചെയ്യണം. ഈ ജയിലിൽ ചിക്കനും മട്ടനും മീനും ഒക്കെ കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് കഞ്ഞിയും കാന്താരിയും ആക്കണം. എങ്കിൽ മാത്രമേ ഇവരൊക്കെ നന്നു ആവും. ഇവരൊക്കെ ജയിലിൽ പോകുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ കഴിച്ച് നല്ല പുഷ്ടിയായിട്ട് തിരിച്ചിറങ്ങി വരാൻ. അതല്ല വേണ്ടത്. ഇതുപോലെയുള്ള ലഹരി സംഘങ്ങളെ എല്ലാം തൂത്തുപറക്കിയെടുത്ത് അകത്തിടണം. എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവൂ, നമ്മളെ ഈ കുട്ടികളും നന്നാവൂ. ഇതിൽ നിന്നൊരു മോചനം കേരളത്തിന് വേണം. അതിനുവേണ്ടി എല്ലാ ഇതിലും ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇവര് കച്ചവടം മാത്രമല്ല, ഇവരും അത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നിട്ടാണ് അവർ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കും ആ പിള്ളേരെ ജീവിതം? ഇത് എല്ലാ സ്കൂളുകളിലും ഒരു അന്വേഷണം നടത്തണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ഇതുണ്ടാവൂ. ഇവർക്ക് എന്തിന്റെ കേടായിരുന്നു? അപ്പൊ ഇവർ ഈ നാട് തുലയ്ക്കാൻ തന്നെയാണ് ഇവർ ഇറങ്ങി തിരിച്ച ഈ പ്രതികള്. ഇവരൊക്കെ ഇനിയിപ്പം ജയിലിലൊക്കെ ചെന്ന് കിടന്ന് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് നല്ല സുഖവാസത്തിൽ ജീവിക്കാന്നാണ്. ഇവരെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ശരിയാവൂല. വായിൽ കണക്കണ വർത്താനങ്ങൾ വരും. അതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയായ കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കൂടി കാണാം. ഈ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഇവരെ സ്വത്തുക്കളെല്ലാം സർക്കാർ കണ്ടുകെട്ടണം. ഇവരെ എന്തൊക്കെ നടത്തി പണം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പണം എല്ലാം സർക്കാർ പിടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അവർ ജയിലിൽ പോയിട്ട് വന്ന് വീണ്ടും സുഖമായിട്ട് ജീവിക്കൂലേ? വീണ്ടും അവർ ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങൂലേ? ഇത് ഒരു കുട്ടികളുടെ കാര്യമാണ്. അതിന് ഒരു രാഷ്ട്രീയവും ഇതിൻ്റെ അകത്ത് എടുക്കരുത്. ഇത് വ്യക്തമായി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി തന്നെ ഇത് പ്രവർത്തിക്കണം. ഇത് മാത്രമല്ല, എവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ടോ അതെല്ലാം കണ്ടുപിടിക്കണം. ഈ ലഹരി എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും ഇത് തന്നെ, നാട് മൊത്തം. ഒരു ചാനല് ഒരു ദിവസം വച്ചു കഴിഞ്ഞാൽ ഒരു 50 പേരെയെങ്കിലും ലഹരി കേസിൽ പിടിച്ചതായിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോ ഓണമൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇതിന്റെ ആഘോഷം തന്നെ ആയിരിക്കും. ഇത് കൊച്ചു പിള്ളേരാണ് തുലഞ്ഞു പോകുന്നത്. ഇതിനൊക്കെ സർക്കാർ ശക്തമായി നിൽക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ. സർക്കാർ എന്തായാലും ശക്തമായി നിൽക്കുന്നുണ്ട്, എല്ലാത്തിനെയും തൂക്കി പറക്കുന്നുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ഉടായ്പ കാണിച്ചാലും ഈ സർക്കാർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവർ ഇതിനു വേണ്ടി തുണിഞ്ഞിറങ്ങണല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. കേസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു വാർത്തയാവുന്നു, അതാവുന്നു, ഇതാവുന്നു. പക്ഷെ ഇപ്പൊ തന്നെയാണ് ഇത്രയും കേസുകൾ തൂക്കിപ്പൊക്കി എടുത്തത്. ഈ സർക്കാർ വന്ന തൂഫാനും അതും ഇതൊക്കെ തുടങ്ങിയ ശേഷമാണ് ഇത്രയും കേസ് പൊങ്ങി വന്നത്. ഇതുവരെ ഇത്രയും കേസൊന്നും പൊങ്ങിയിട്ടില്ല. അത് നല്ല കാര്യം തന്നെയാണ്. ഇവനെ പോലെ ഉള്ളവനെ എല്ലാം തൂക്കിപ്പറക്കി എടുക്കണം. ഈ നാട്ടിൽ നിന്ന് ഇത് പോണം. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കൂടി ഇനി നമുക്ക് കാണാം. ഈ ലഹരി ഇടപാടിൽ പ്രതികളായ അധ്യാപികമാരെ സർവീസിൽ നിന്ന് നീക്കി. പേരാമ്പ്ര BRCയിലെ താൽക്കാലിക സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ KC കീർത്തന, കാവ്യ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. MDMA ഇടപാടിൽ ഇരുവരും പിടിയിലായതിന് പിന്നാലെയാണ് നടപടി. അത് നല്ല കാര്യം തന്നെയാണ്. ഇവരെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ എന്തിനു വെച്ചോണ്ടിരിക്കുന്ന ഈ നാടിന് ദോഷമായിട്ടുള്ള ഇവരെ പോലെയുള്ളവരെ എന്തിനു വെക്കുന്നത്? ഇവരൊക്കെ പിരിച്ചല്ല, ഇവരൊക്കെ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇവർക്ക് കഞ്ഞിയും കാന്താരിയും കൊടുത്ത് അവിടെ തന്നെ ഇട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർ പഠിക്കുകയുള്ളൂ. അപ്പൊ ഈ ലഹരി കേസിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതൊന്നും പറഞ്ഞിട്ട് നന്നാവൂല. ഇതൊക്കെ ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗുണാന്ന് പറഞ്ഞ് പോവുള്ളൂ. ഇതിനെ ഈ സർക്കാർ തന്നെ മുൻഗണന എടുത്ത് ഇതിനെ തൂക്കിപ്പറക്കി അകത്തിട്ടാൽ മാത്രമേ ഈ കേസ് തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി ആവർത്തിച്ച് നമ്മളെ കുട്ടികളെ ജീവിതം തന്നെ പോവും. അവര് ഇതൊക്കെ കണ്ടല്ലേ ഈ ടീച്ചർ ഇവരല്ലേ പഠിപ്പിക്കണത്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ വരൂ. അത് ഇനിയെങ്കിലും സ്കൂളുകളിലെങ്കിലും ഇത് വരാതിരിക്കണം. ഇതൊക്കെ തോലച്ചടിച്ച് ഓട്ടിച്ചു വിടണം. അപ്പൊ ഇന്ന് ഇത്ര മാത്രമൊക്കെ തന്നെയാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.